ഗുഡ് മോർണിംഗ് ആൾ. സോ നമ്മൾ CUT എക്സാമിന്റെ നമ്മുടെ ഫൈനൽ ടോപ്പിക്കായ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം എന്ന് പറയുന്ന സെക്ഷനിലോട്ട് നമ്മൾ എൻഡ് ചെയ്യാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് റീപ്രൊഡക്ഷൻ ഇൻ ഹ്യൂമൻ ബീയിങ്, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, ജനറ്റിക്സ് ഇത്രയും സെക്ഷൻസ് കംപ്ലീറ്റ് ചെയ്തിരുന്നു. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതിൽ നമ്മൾ തന്നിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. അതിലൊരുപാട് സന്തോഷമുണ്ട്. ആർക്കും ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് അറിഞ്ഞതില്. ഇനിയിപ്പോ നമുക്ക് നമ്മുടെ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം എന്ന് പറയുന്ന സെക്ഷനിലോട്ട് പോവാം. എന്താണ് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമ്മുടെ റീപ്രൊഡക്ഷൻ ഇൻ ഹ്യൂമൻ എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ബട്ട് എങ്കിലും നമുക്ക് ഒന്നും കൂടെ പറയാം. എന്താണ് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ബയോളജിക്കൽ പ്രോസസ്. ഈ ഒരു ബയോളജിക്കൽ പ്രോസസ്സ് വഴി നമുക്ക് പുതിയ ഒരു യങ് വൺസ് അഥവാ ഓസ്പ്രിങ്സ് അഥവാ ഡോട്ടേഴ്സ് ഇവരെ നമുക്ക് പാരന്റ്സിൽ നിന്ന് സിമിലർ ആയിട്ട് അല്ലെങ്കിൽ ഡിസിമിലർ ആയിട്ട് പുതിയൊരു ജനറേഷനെ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, reproduction is defined as a biological process in which organism give rise to young ones similar to itself. Similar ആവാം, സിമിലർ ആവാതിരിക്കാം. ഇനി റീപ്രൊഡക്ഷൻ മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പ് ആണുള്ളത്, സെക്ഷൽ റീപ്രൊഡക്ഷനും അസെക്ഷൽ റീപ്രൊഡക്ഷനും. സെക്ഷൽ റീപ്രൊഡക്ഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ. നമുക്ക് ഇനി അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് പറയാനുള്ളത്. അപ്പൊ നമുക്കത് നോക്കാം. ഓക്കെ, ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന ടേം എന്താണ് ലൈഫ് സ്പാൻ എന്നുള്ളതാണ്. എന്താണ് ലൈഫ് സ്പാൻ? ആർക്കെങ്കിലും അറിയോ? എന്താണ് ലൈഫ് സ്പാൻ? അതായത് നമ്മള് ജനിച്ചത് മുതല് മരണം വരെയുള്ള ആ ഒരു പീരിയഡിലെ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. അതായത് ഏതൊരു ഓർഗാനിസത്തിനും ഒരു പീരിയഡ് ഓഫ് ടൈം അത് ജീവിക്കുന്ന ആ ഒരു കാലയളവ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. അതായത് നാച്ചുറൽ ബർത്ത് മുതൽ നാച്ചുറൽ ഡെത്ത് വരെയുള്ള ഓർഗാനിസത്തിന്റെ ആ ഒരു പീരിയഡ്, ജനിച്ചത് മുതൽ മരണം വരെയുള്ള ആ ഒരു പീരിയഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. ഓരോ ഓർഗാനിസത്തിന്റെയും ലൈഫ് സ്പാൻ എന്താണ്, ഡിഫറെന്റ് ആണ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ എലിഫന്റിന്റെ ലൈഫ് സ്പാൻ ആയിരിക്കില്ല ഒരു ഫ്ലവറിന് ഉണ്ടായിരിക്കുക. ഒരു ഫ്ലവറിന്റെ ലൈഫ് സ്പാൻ ആയിരിക്കില്ല ആർക്ക്, ഒരു ഡോഗിന്. അതായിരിക്കില്ല ആർക്ക്, ഒരു ബട്ടർഫ്ലൈക്ക്. എല്ലാ ഓർഗാനിസത്തിന്റെയും ലൈഫ് സ്പാൻ എന്താണ്, എൻറ്റയർലി ഡിഫറെന്റ് ആണ്. കണ്ടോ? ഇപ്പൊ ഇതിൽ നമ്മുടെ പാരറ്റിന്റെ ലൈഫ് സ്പാൻ എത്രയാ പറയുന്നത്, 140 years ആണ് പറയുന്നത്. എന്നാൽ അതിൽ തന്നെ നിങ്ങൾ നോക്കിക്കേ, ഒരു ബട്ടർഫ്ലൈ, ഈ ഒരു ബട്ടർഫ്ലൈയുടെ ലൈഫ് സ്പാൻ എത്രയാണ് വരുന്നത്, 1 to 2 weeks ആണ്. ഇനി ഒരു ക്രോയുടെ ലൈഫ് സ്പാൻ എത്രയാണ് വരുന്നത്, വെറും 50 years ആണ്. ഒരു ക്രൊക്കഡൈൽ എത്രയാണ്, 60 years ആണ്. സോ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഓരോ ഓർഗാനിസത്തിന്റെയും എന്താണ്, എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഇനി നമ്മൾ റീപ്രൊഡക്ഷൻ എന്താന്ന് പറഞ്ഞു. റീപ്രൊഡക്ഷൻ മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു. അതില് സെക്ഷൽ റീപ്രൊഡക്ഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. എന്താണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല്, ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ്സ് and the process is called sexual reproduction.
ഇനി അസെക്ഷൽ റിപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വിത്തൗട്ട് ഗ്യാമെറ്റ് ഫോർമേഷൻ എ ഓസ്പ്രിങ് ഈസ് പ്രൊഡ്യൂസ്ഡ്. അതായത് ഗ്യാമേറ്റ്സുകളുടെ പ്രൊഡക്ഷൻ ഇല്ലാതെ പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്താണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണിത്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു പാരന്റിന്, ഒരൊറ്റ പാരന്റ് ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു പ്രോസസ് എന്ത് ചെയ്യും? നടക്കും. അതായത് ഒരു പാരന്റ് പുതിയൊരു ഓഫ്സ്പ്രിങ്ങിനെ എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യും. അതിന്റെ ഫലമായിട്ട് ആസ് എ റിസൾട്ട് അങ്ങനെ ഉണ്ടാവുന്ന ഓഫ്സ്പ്രിങ്സ് എന്ന് പറയുന്നത് ഒരിക്കലും പാരന്റ്സിന്റെ കോപ്പി ആവില്ല. ഓക്കെ, അതായത് ഒരൊറ്റ സിംഗിൾ പാരന്റ് വഴിയാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുക. ഈ സിംഗിൾ പാരന്റ് വഴി അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടന്ന് ഉണ്ടാവുന്ന പുതിയ ഓഫ്സ്പ്രിങ് എന്ന് പറയുന്നത് പാരന്റ്സുമായിട്ട് ഐഡന്റിക്കൽ ആയിരിക്കില്ല, പക്ഷെ അവരെന്തായിരിക്കാം? പാരന്റ്സിന്റെ കോപ്പീസ് ആയിരിക്കും. അതുകൊണ്ട് ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ക്ലോൺ. അതായത് മോർഫോളജിക്കലി ജനറ്റിക്കലി സിമിലർ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ക്ലോൺ. ഓക്കെ, ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നമുക്ക് നോക്കാം. ഡിഫറെന്റ് ടൈപ്സ് വരുന്നുണ്ട്. അതില് നമ്മളിപ്പോ കാണുന്നത് ബഡ്ഡിംഗ് ഇൻ ഈസ്റ്റ്. അതായത് ഒരു ഈസ്റ്റിൽ നടക്കുന്ന അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഈസ്റ്റിൽ നടക്കുന്നത് എന്താണ്? ബഡ്ഡിംഗ് എന്ന് പറയുന്ന പ്രോസസ് ആണ് ഈസ്റ്റിൽ നടക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് പറയുന്നത്. അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഫസ്റ്റ് ഓർഗാനിസമായി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈസ്റ്റിനെയാണ്. നിങ്ങൾക്കറിയാലോ, ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ് ഈസ്റ്റ്. അപ്പൊ ഈ ഒരു ഈസ്റ്റിന്റെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, ഈ ഒരു ഈസ്റ്റ് പുതിയ തലമുറയെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഏത് മെത്തേഡിലൂടെയാണ്? ബഡ്ഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ്. അതായത് ഇതാണ് ഒരു പാരന്റ് സെല്ല്. ഈ പാരന്റ് സെല്ല് എന്ത് ചെയ്യും? അതിന്റെ ബോഡി, അത് അഡൽട്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ബോഡിയിൽ പുതിയ ബഡ്സ് ഫോം ചെയ്യും. പുതിയ ബഡ്സ് ഫോം ചെയ്യും. ഈ ബഡ് എന്ത് ചെയ്യും? അതും ഗ്രോ ചെയ്യാൻ തുടങ്ങും. അത് ഗ്രോ ചെയ്ത് അത് അതിന് വേണ്ട മാക്സിമം കപ്പാസിറ്റി എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതും മെച്ചുവർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പാരന്റ് ബോഡിയിൽ നിന്ന് അത് എന്ത് ചെയ്യും? സെപ്പറേറ്റ് ആവും. സെപ്പറേറ്റ് ആയിട്ട് പുതിയൊരു ഇൻഡിവിജ്വൽ ആയിട്ട് അത് മാറും. എന്നിട്ട് അതിന് പിന്നെ എന്ത് സംഭവിക്കും? അതും മെച്ചുവർ ആവും, അഡൽട്ട് ആവും. അതിനുശേഷം അതിന്റെ ബോഡിയിൽ എന്ത് ഫോം ചെയ്യും? ബഡ്സ് ഫോം ചെയ്യാൻ തുടങ്ങും. ആ ബഡ്സ് പിന്നെ എന്ത് ചെയ്യും? റീപ്ലേസ് ചെയ്യപ്പെടും. ഈ രീതിയിലാണ് ഈസ്റ്റില് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പൊ ഈസ്റ്റിൽ നടക്കുന്ന അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഏതാണ്? ബഡ്ഡിംഗ് ആണ്. അപ്പൊ ഒരു അസെക്ഷൽ റീപ്രൊഡക്ഷൻ നമ്മൾ പഠിച്ചില്ലേ? ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് അമീബയിൽ നടക്കുന്ന അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. അമീബയിൽ നടക്കുന്നത് എന്ത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്? ബൈനറി ഫിഷൻ. എന്താണ്? ബൈനറി ഫിഷൻ. നിങ്ങൾ ഈ ഫിഗർ കണ്ടോ? കണ്ടോ? ഇതാണ് ഒരു പാരന്റ് അമീബ സെല്ല്. ഈ അമീബയുടെ ബോഡി എന്ത് ചെയ്യും? ഫ്രാഗ്മെന്റ്സ് ആവും. അതായത് ഈ അമീബയുടെ ന്യൂക്ലിയസ് ഉണ്ടല്ലോ, ഈ ന്യൂക്ലിയസ് എന്ത് ചെയ്യും? നമ്മുടെ ഈ ഒരു അമീബ അഡൽട്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, മെച്ചുവർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യാൻ തുടങ്ങും? സെൽ അതിന്റെ ഡിവൈഡ് ചെയ്യാനായിട്ട് തുടങ്ങും. സെൽ മീൻസ് അതിന്റെ ന്യൂക്ലിയസ്. അതെന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. അങ്ങനെ രണ്ട് സെൽസ് ആയിട്ട്, രണ്ട് ന്യൂക്ലിയസ് ആയിട്ട് ആ ഒരു ന്യൂക്ലിയസ് എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. അതായത് ഒരു പാരന്റ് സെല്ലിൽ നിന്ന് രണ്ട് ഡോട്ടർ സെല്ലുകൾ ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബൈനറി ഫിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ബൈനറി ഫിഷൻ എന്ന് പറയുന്ന അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ആരിലാണ്? അമീബയില്. അപ്പൊ നമ്മളിപ്പോ രണ്ട് അസെക്ഷൽ റീപ്രൊഡക്ഷൻ പഠിച്ചു. ഒന്ന് ഈസ്റ്റില് ബഡ്ഡിംഗ്, അമീബയില് ബൈനറി ഫിഷൻ.
ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് സെൽ ഡിവിഷൻ എന്ന് പറയുന്നത്. സെൽ ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? ഒരു മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്. അതായത് സ്വന്തം ശരീരത്തിലെ സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് പുതിയൊരു ഓഫ്സ്പ്രിങ്ങിനെ അല്ലെങ്കിൽ ഡോട്ടർ സെൽസിനെ ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെൽ ഡിവിഷൻ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ നോക്കിക്കേ, ഒരുപാട് എക്സാമ്പിൾസ് ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് കേട്ടോ. ഈ ആദ്യത്തെ ഫിഗർ കണ്ടോ? ഇത് നാലും എന്താണ്? അസെക്ഷൽ റീപ്രൊഡക്ഷന് എക്സാമ്പിൾസ് ആണ്. ഈ ഒരു ഓർഗാനിസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലാമിഡോമോണസ്. എന്താണ്? ക്ലാമിഡോമോണസ്. ഈ ക്ലാമിഡോമോണസ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തി പുതിയ തലമുറയെ ഉണ്ടാക്കുന്നു. അതിനുവേണ്ടി ഇവർ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് സൂസ്പോഴ്സ് ആണ്. ഈ സൂസ്പോഴ്സ് വഴിയാണ് ഈ ക്ലാമിഡോമോണസ് എന്ത് ചെയ്യുന്നത്? നെക്സ്റ്റ് ജനറേഷനെ ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് ഇതാണ് പെൻസിലിയത്തിന്റെ കൊനീഡിയ. അതായത് ഇതാണ് പെൻസിലിയം എന്ന് പറയുന്ന ഓർഗാനിസം. ഇതിന്റെ അഡൽട്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ശരീരത്തിലുള്ള കൊനീഡിയയിൽ നിന്നാണ് ഇവർ എന്ത് ചെയ്യുന്നത്? ന്യൂ ജനറേഷനെ ഉണ്ടാക്കുന്നത്. ഇനി ഹൈഡ്ര എന്ന് പറയുന്ന ഈ ഒരു ഓർഗാനിസം, ഇതും ബഡ്ഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്നത്. അതായത് നമ്മൾ ഈസ്റ്റിൽ പറഞ്ഞ പോലെ തന്നെ മെച്ചുവർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ബോഡിയിൽ എന്ത് ഫോം ചെയ്യും? ബഡ്സ് ഫോം ചെയ്യും. ഈ ബഡ്സ് മെച്ചുവർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടുന്ന് റീപ്ലേസ് ചെയ്യും. എന്നിട്ട് ഇത് എന്തായിട്ട് മാറും? ഒരു അനദർ ഓഫ്സ്പ്രിങ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോ ഈസ്റ്റിൽ നടക്കുന്നത് ബഡ്ഡിംഗ്, അമീബയിൽ നടക്കുന്നത് ബൈനറി ഫിഷൻ, ക്ലാമിഡോമോണസിൽ നടക്കുന്നത് സൂസ്പോഴ്സ്, പെൻസിലിയത്തിൽ നടക്കുന്നത് കൊനീഡിയ, ദെൻ ഹൈഡ്രയില് ബഡ്സ്. ഇനി നെക്സ്റ്റ് വൺ ആണ് സ്പോഞ്ചസ്. സ്പോഞ്ചസില് മാം, യെസ്, പെൻസിലിയത്തിൽ എന്താ നടക്കുന്നതെന്ന് പറഞ്ഞു? അതായത് ഈ പെൻസിലിയം ഇല്ലേ, ഈ പെൻസിലിയം എന്ന് പറയുന്നതാണ് അവിടുത്തെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഓക്കെ, ഈ ഓർഗാനിസത്തിന് അതിന്റെ ബോഡി പാർട്ടായ കൊനീഡിയ ഉണ്ട്. ഓക്കെ, ഈ കൊനീഡിയാണ് എന്താവുന്നത്? അഡൽട്ട് ആവുന്നത്. അതായത് അത് മെച്ചുവർ ആവും. മെച്ചുവർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കൊനീഡിയ എന്ത് ചെയ്യും? സെപ്പറേറ്റഡ് ആവും ഇതിന്റെ ബോഡിയിൽ നിന്ന്. ഈ കൊനീഡിയ വഴിയാണ് ആക്ച്വലി എന്ത് നടക്കുന്നത്? അസെക്ഷൽ റീപ്രൊഡക്ഷൻ പെൻസിലിയത്തിൽ നടക്കുന്നത്. ഓക്കെ, കൊനീഡിയ. ഇതിൽ നമുക്ക് എപ്പോഴും ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മുടെ അമീബ, അതുപോലെ ഈസ്റ്റ്, അതുപോലെ ഹൈഡ്രയാണ് എപ്പോഴും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന ക്വസ്റ്റ്യൻസ്. അതുപോലെ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന വേറെ ഒന്നാണ് എന്ത്? സ്പോഞ്ചസ്. സ്പോഞ്ചസ് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? നമ്മുടെ ഫൈലം പോറിഫറയിൽ വരുന്ന ആൾക്കാരാണ് സ്പോഞ്ചസ്. ഓർമ്മയുണ്ടോ? ആ സ്പോഞ്ചസിൽ നടക്കുന്നത് എന്താണ്? ജെമ്യൂൾസ്. സ്പോഞ്ചസിലുള്ള ജെമ്യൂൾസ് വഴിയാണ് ഇവർ എന്ത് ചെയ്യുന്നത്? അസെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, കണ്ടോ ഈ ജെമ്യൂൾസ് കണ്ടോ? ഇത് അഡൽട്ട് ആവും. അഡൽട്ട് ആയി അതിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്? പുതിയ ജനറേഷൻ ഉണ്ടാവുന്നത്. അപ്പൊ ഇത്തരത്തിലാണ് നമ്മുടെ ഓർഗാനിസത്തിൽ നടക്കുന്ന അസെക്ഷൽ റീപ്രൊഡക്ഷൻസ്. ഇനി നമ്മൾ പ്ലാന്റ്സിലോട്ട് വരികയാണ്. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ ഈ പിക്ചർ? ക്ലിയർ ആണ്. പ്ലാന്റ്സിലോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ തന്നെയാണ് അവർ നടക്കുക എന്ന് നമുക്കറിയാലോ. പക്ഷെ നമുക്കതിനെ എന്തെന്നും കൂടി വിളിക്കാം? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയാം. എന്താണ്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അതായത് ഒരു പ്ലാന്റിന്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂള് വഴിയായിരിക്കും ഇവരെന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പുതിയ പ്ലാന്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതും എന്താണ്? ഒരു മോഡ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. നമ്മളൊരു ചെടി എടുത്തു. ആ ചെടിയുടെ എന്തൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പുതിയ ചെടി ഉണ്ടാക്കിയെടുക്കുക? ചിലപ്പോൾ നമ്മൾ അതിന്റെ വേര് വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കുക. ചിലപ്പോ ഇപ്പൊ റോസാ ചെടി ആണെങ്കിൽ അതിന്റെ കമ്പ്, അതായത് അതിന്റെ
സ്റ്റെമ്മ് Stem. വെച്ചിട്ട്. ഇനിയിപ്പോ ബ്രയോഫിൽ ആണെങ്കിൽ അതിന്റെ ലീഫ് വെച്ചിട്ട് അല്ലേ? ആ. ഇനിയിപ്പോ ഒരു മാവാണെങ്കിൽ നമ്മൾ അതിന്റെ എന്താ യൂസ് ചെയ്യുക? സീഡല്ലേ യൂസ് ചെയ്യുന്നത്. Series. തരത്തില് റൂട്ട്, സ്റ്റെമ്മ്, ലീഫ്, സീഡ് ഈ ഭാഗങ്ങളിൽ നിന്നെല്ലാം പുതിയ ജനറേഷനെ ഉണ്ടാക്കിയെടുക്കുന്ന മെത്തേഡ് ആണ് എന്ത്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റെമ്മ്, ലീഫ്, അവക പാർട്സ് ഇല്ലേ, അവരെയാണ് നമ്മൾ എന്തെന്ന് പറയാ? വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ എന്ന് പറയാം. സോ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് യൂസ് ചെയ്ത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്നവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. കുറച്ച് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്? എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സിമ്പിൾ ആണ്, ഒന്നുമില്ല, ജസ്റ്റ് നിങ്ങൾക്ക് ആ പേര് മാത്രം പഠിക്കാനേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് പൊട്ടാറ്റോ എടുക്കാം. പൊട്ടാറ്റോ ഈ പൊട്ടാറ്റോന്റെ ഐസ് ഉണ്ടല്ലോ, അതായത് ഇതിന്റെ ബഡ്സ്, ഈ ബഡ്സ് വഴിയാണ് അതെന്ത് നടത്തുന്നത്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നടത്തുന്നത്. ഇനിയിപ്പോ നമ്മൾ ജിഞ്ചർ എടുക്കുകയാണ്. ജിഞ്ചറിന്റെ റൈസോം എന്ന് പറയുന്ന പാർട്ടാണ് ഇവിടുത്തെ എന്തായിട്ട് മാറുന്നത്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ ആയിട്ട് മാറുന്നത്. ഓക്കെ, പൊട്ടാറ്റോന്റെ ഏതാണ്? ഐബഡ്. ജിഞ്ചറിന്റെ എന്താണ്? റൈസോം. ഇനി നെക്സ്റ്റ് അഗാവ്. അഗാവിന്റെ ഏത് പാർട്ടാണ് അവിടെ അതിന്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ ആവുന്നത്? ബൾബിൽ. എന്താണ്? ബൾബിൽ. ഇനി നെക്സ്റ്റ് വൺ ആണ് നമ്മുടെ ബ്രയോഫിലം. ഈ ബ്രയോഫിലം എന്ന് പറയുന്ന പ്ലാന്റ്, അതിന്റെ ലീഫ് ബഡ്സ് ആണ് അതിന്റെ എന്താവുന്നത്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ ആയിട്ട് മാറുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ആണ് വാട്ടർ ഹയാസിന്ത്. നമ്മുടെ ഈ കുളവാഴ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? നമ്മുടെ ഈ വെള്ളത്തിലൊക്കെ ഇങ്ങനെ പൊന്തി കിടക്കുന്ന ഒരു സാധനം. അപ്പൊ അതിന്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ, അല്ലെങ്കിൽ അത് ആ ഒരു പാരന്റൽ പ്ലാന്റ് വേറൊരു ഡോട്ടർ പ്ലാന്റ്സിന് ഉണ്ടാക്കുന്നത് ഏത് പാർട്സ് വഴിയാണ്? ഓഫ്സെറ്റ് വഴിയാണ്. കണ്ടോ ഓഫ്സെറ്റ്? കണ്ടോ അതിന്റെ ഈ ഒരു വേര് പോലെയുള്ള ഭാഗം? ഇത് ഇപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിൽ ഇത് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഈ ഒരു ഓഫ്സെറ്റിന്റെ ഒരു പീസ് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും? ഒരു വാട്ടർ ഹയാസിന്ത് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പൊ പ്ലാന്റ്സിന്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് വഴിയാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? പുതിയ പ്ലാന്റ്സിനെ ഉണ്ടാക്കുന്നത്. നല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, സിമ്പിൾ അല്ലേ? അപ്പൊ ഇത് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്ക് ആയ കാരണം ഇതിങ്ങനെ വലിച്ചു വാരിയിട്ടായിരിക്കും കിടക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ ഇതിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു നോട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾ കേഴ്സ് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മൾ ഈ പറഞ്ഞത് തന്നെയാണ് ഇപ്പൊ ഇവിടെയൊക്കെ കാണുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. ഈ ഫ്രാഗ്മെന്റേഷൻ നടക്കുന്നത് അമീബയിൽ തന്നെയാണ് ഫ്രാഗ്മെന്റേഷൻ നടക്കുന്നത്. അതായത് അമീബയുടെ ബോഡി എങ്ങനെയാന്നുള്ളത് അറിയാലോ. ഈ അമീബയുടെ ബോഡി എന്ത് ചെയ്യും? മെച്ചുവർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്രാഗ്മെന്റ്സ് ആവും. ഫ്രാഗ്മെന്റ്സ് ആയിട്ട് ആ ഫ്രാഗ്മെന്റ്സ് എന്ത് ചെയ്യും? അഡൽറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്തുണ്ടാവും? പുതിയ ഓഫ്സ്പ്രിങ്സ് ഉണ്ടാവും. ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. ഫ്രാഗ്മെന്റേഷൻ എന്താണ്? ഇറ്റ് ഇസ് എ മോഡ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഓക്കെ, ഇനി നമുക്ക് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഓൾറെഡി നമ്മൾ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ട്. ബട്ട് എങ്കിലും നമ്മൾ അതിന്റെ കുറച്ചും കൂടി പറയാം. ജസ്റ്റ് ബ്രീഫ്ലി അതിന്റെ ഒരു ബേസിലൂടെ മാത്രമേ പോകുന്നുള്ളൂ, കാരണം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു ഓർഗാനിസത്തിന് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും അതില് കുറച്ച് ഫേസസ് വരുന്നുണ്ട്. ഒന്ന് ജുവനൈൽ ഫേസ്, ഒന്ന് വെജിറ്റേറ്റീവ് ഫേസ്, ദെൻ റീപ്രൊഡക്റ്റീവ് ഫേസ്. എന്താണ് ജുവനൈൽ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്?
അറിയോ? അതായത് ഒരു ഓർഗാനിസത്തിന്റെ അത് ഗ്രോ ചെയ്യുന്ന ഫേസ്, അതായത് അത് മെച്ചുവർ ആവുന്നതിന് തൊട്ട് മുൻപുള്ള ഫേസ് ആണ് എന്തെന്ന് പറയുന്നത്? ജുവനൈൽ ഫേസ് എന്ന് പറയുന്നത്. ഏതൊരു ഓർഗാനിസവും റീപ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അത് എന്താവണം? ഗ്രോ ചെയ്യണ്ടേ? മെച്ചുവർ ആവണ്ടേ? അതായത് മെച്ചുവർ ആവുന്നതിന് തൊട്ട് മുൻപുള്ള ഫേസ് ആണ് എന്ത്? ജുവനൈൽ ഫേസ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മള് പ്ലാന്റ്സിലാണെങ്കിൽ ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? വെജിറ്റേറ്റീവ് ഫേസ് എന്നും വിളിക്കുന്നു. ഓക്കെ, ഓക്കെ മാം. ഇനിയിപ്പോ നമ്മള് അടുത്തത് നമുക്ക് പറയാനുള്ളത് റീപ്രൊഡക്റ്റീവ് ഫേസ് ആണ്. റീപ്രൊഡക്റ്റീവ് ഫേസിൽ എന്തായിരിക്കും നടക്കുക? മെച്ചുവർ ആയിട്ടുള്ള ഓർഗാനിസംസ് റീപ്രൊഡ്യൂസ് ചെയ്യും, അല്ലെ? റീപ്രൊഡ്യൂസ് ചെയ്യും. അതായത് ഇപ്പൊ ഓർഗാനിസത്തിനെ തന്നെ നമുക്കറിയാം, ഹ്യൂമൻസ് ഉണ്ട്, അതുപോലെ തന്നെ പല ആനിമൽസ് ഉണ്ട്, ഇല്ലേ? അപ്പൊ ഈ ഒരു റീപ്രൊഡക്ഷൻ നടത്തുന്നത് ഫീമെയിൽ ബോഡിയിലാണെന്ന് നമുക്കറിയാലോ. അപ്പൊ അതായത് റീപ്രൊഡക്ഷൻ നടക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സൈക്കിൾ ആണ് എന്ത്? മെൻസ്ട്രൽ സൈക്കിൾ ഇൻ വുമൺസ്. അപ്പൊ മെൻസ്ട്രൽ സൈക്കിൾ എന്താണ്, ഈസ്ട്രസ് സൈക്കിൾ എന്താന്നുള്ളതാണ് നമ്മൾ ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഓക്കെ, അതായത് ഈ നോൺ പ്രൈമേറ്റ്സ് ആയിട്ടുള്ള കൗ, ഷീപ്പ്, റാറ്റ്സ്, ഡീർസ്, ഡോഗ്, ടൈഗർ, ഇത്തരത്തിലുള്ള ഓർഗാനിസത്തില് നോൺ പ്രൈമേറ്റ്സില് നടക്കുന്ന റീപ്രൊഡക്ഷന് മുൻപുള്ള സൈക്ലിക്കൽ ചേഞ്ചസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഈസ്ട്രസ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇനി പ്രൈമേറ്റ്സിൽ നടക്കുന്നത്, അതായത് മങ്കീസ്, ഏപ്സ്, ഹ്യൂമൺ, ഇവരിൽ നടക്കുന്ന സൈക്കിൾ ആണ് എന്ത്? മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത്. എന്താണ് ഈ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് അറിയാലോ? നമ്മുടെ ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഓവം, ഒരു മന്തിൽ ഒറ്റ ഓവം മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത്? റിലീസ് ചെയ്യുന്നത്. ആ റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓവുലേഷൻ എന്ന് പറയുന്നത്. ഈ ഓവുലേഷൻ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓവം ഉണ്ടാവുന്നു. ഓവം എന്ത് ചെയ്യുന്നു? ആൻപ്യുല ഇസ്തമസ് ജംഗ്ഷനിലോട്ട് എത്തുന്നു. അവിടെ നിന്ന് അവരാരെ വെയിറ്റ് ചെയ്ത് നിൽക്കും? സ്പേമിനെ വെയിറ്റ് ചെയ്ത് നിൽക്കും, ഇല്ലേ? സ്പേം വന്നില്ല എങ്കിൽ ആ ഓവം എന്ത് ചെയ്യും? യൂട്രസിലോട്ട് വരും. യൂട്രസില് നമ്മുടെ ഓവത്തിന് വളരാൻ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു എംബ്രിയോക്ക് വളരാനായിട്ടുള്ള ഒരു മെത്ത പോലെയായിട്ട് ആര് ആക്ട് ചെയ്തിട്ടുണ്ടാവും? നമ്മുടെ യൂട്രസ് ആക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ ആ യൂട്രസ് ഒരു മെത്ത, അതായത് നമ്മളൊരു ബേബിക്ക് കിടക്കാനായിട്ടൊരു നല്ല പ്രോപ്പർ ആയിട്ടുള്ള നല്ലൊരു മെത്ത ഉണ്ടാക്കില്ലേ? അതേപോലെ നമ്മുടെ യൂട്രസിനകത്ത് നമ്മുടെ എൻഡോമെട്രിയം എന്തായിട്ടുണ്ടാവും? നല്ലൊരു ബ്ലഡ് വെസൽസും ടിഷ്യൂസും ഒക്കെ കണ്ട് നല്ലൊരു മെത്ത ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ ബേബീനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരിക്കും, ഈ ഒരു എംബ്രിയോനെ. പക്ഷെ ഈ ഒരു എംബ്രിയോ ആയിട്ടാണോ ഈ ഓവം വരിക? അല്ല, ഓവം ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഡയറക്റ്റ് ആയിട്ട് വരികയാണ് ചെയ്യുന്നത്. സോ അവിടെ എന്ത് സംഭവിക്കും? എൻഡോമെട്രിയം ബ്രേക്ക് ഡൗൺ സംഭവിക്കും. ഓവം എന്ത് ചെയ്യും? റിലീസ് ചെയ്യും ത്രൂ വജൈന വഴി. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത്. ഇത് പ്രൈമേറ്റ്സിൽ നടക്കുന്നതാണ്. നോൺ പ്രൈമേറ്റ്സിൽ നടക്കുന്നതാണ് എന്ത്? ഈസ്ട്രസ് സൈക്കിള്. അപ്പൊ റീപ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് സൈക്കിൾസ് ആണ് എന്ത്? മെൻസ്ട്രൽ സൈക്കിള്. മെൻസ്ട്രൽ സൈക്കിൾ ആരിലാണ്? പ്രൈമേറ്റ്സിലും. നോൺ പ്രൈമേറ്റ്സിൽ വരുന്നത് എന്ത് സൈക്കിളാണ്? ഈസ്ട്രസ് സൈക്കിള്. പിന്നെ ഇതെല്ലാം ഹോർമോണൽ സൈക്കിൾസ് ആണെന്ന് അറിയാലോ. ഒരുപാട് ഹോർമോൺസ് ഈ സൈക്കിൾസിന്റെ ഒക്കെ പിന്നിൽ ഉണ്ട് എന്ന് അറിയാലോ. അതൊക്കെ നമ്മൾ നമ്മുടെ മറ്റേ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് സെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഇവന്റ്സ് ആണ്. മെയിൻ ആയിട്ട് 3 ഇവന്റ്സ് ആണ് ഉള്ളത്. ഒന്ന് പ്രീ ഫെർട്ടിലൈസേഷൻ, ദെൻ ഫെർട്ടിലൈസേഷൻ, ദെൻ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ. ഓക്കെ, എന്തായിരിക്കും പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ് എന്ന് പറയുന്നത്? പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫെർട്ടിലൈസേഷന് തൊട്ട് മുൻപുള്ള ഇവന്റ്സ് ആണ് പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ്. അതായത് ഗാമറ്റോജെനിസിസും ഗാമറ്റ് ട്രാൻസ്ഫറും ആയിരിക്കും ഇവിടെ നടക്കുക. എന്താണ് ഗാമറ്റോജെനിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയോ? ഗാമറ്റോജെനിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമേഷൻ ഓഫ് ഗാമേറ്റ്സ് ആണ്. അതായത് മെയിൽ ഗാമേറ്റും
ഫീമെയിൽ ഗാമേറ്റും ഉണ്ടാവുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഗാമേറ്റോജെനിസിസ് എന്ന് പറയാം. ഇനി ഉണ്ടായിട്ടുള്ള ഗാമേറ്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യണം. അതായത് മെയിലിലാണെങ്കിൽ അത് ഫീമെയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഗാമേറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ് മെയിൻ ആയിട്ട് രണ്ടെണ്ണാണ് ഉള്ളത്. ഒന്ന് ഗാമേറ്റോജെനിസിസ്, ദെൻ ഗാമേറ്റോ ട്രാൻസ്ഫർ. ഇനി നിങ്ങൾ നോക്കിക്കേ, നമുക്ക് എല്ലാവർക്കും എഗോ അതുപോലെ സ്പേം ഒക്കെ കണ്ടാൽ അറിയാലോ, അതിന്റെ ഫിഗേഴ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഗാമേറ്റ്സ് തന്നെ ഐസോഗാമേറ്റ്സ് ഉണ്ട്, ഹെട്രോഗാമേറ്റ്സ് ഉണ്ട്. ഐസോഗാമേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ക്ലാഡോഫോറ കണ്ടോ, ഇവര് മോർഫോളജിക്കലും ജനറ്റിക്കലും എന്തായിരിക്കും, സിമിലർ ആയിരിക്കും. സോറി, ജനറ്റിക്കലി അല്ല, മോർഫോളജിക്കലി. ഇത് രണ്ടുപേരും സിമിലർ ആയിട്ടല്ലേ നമ്മൾ കാണുന്നത്. അത്തരത്തിലുള്ളവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഐസോഗാമേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഹെട്രോഗാമേറ്റ്സ്. ഹെട്രോഗാമേറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഫ്യൂക്കസിന്റെ ആണ് പറയുന്നത്. അതും എന്താണ്, ഒരു ആൽഗയാണ്. ഇനി ഹെട്രോഗാമേറ്റ്സ് എന്ന് പറയാൻ കാരണം അവര് മെയിലിന്റെ ആയിക്കോട്ടെ ഫീമെയിലിന്റെ ആയിക്കോട്ടെ ഗാമേറ്റ്സ് ഒരിക്കലും മോർഫോളജിക്കലി കാണുമ്പോൾ എന്തായിരിക്കില്ല, സിമിലർ ആയിരിക്കില്ല. ഇനിയിപ്പോ അത് നിങ്ങൾക്ക് കുറച്ച് ഡിഫിക്കൽട്ടി ആണെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, ഹ്യൂമൻ ബീയിങ്സിന്റെ ഗാമേറ്റ്സ് നോക്ക്. ഇതെന്താണ്, ഒരു ഓവം അഥവാ എഗ് ആണ്. ഇത് മോർഫോളജിക്കലി സ്പേമുമായിട്ട് വല്ല സിമിലാരിറ്റി ഉണ്ടോ? ഇല്ല. രണ്ടും എന്താണ്, രണ്ട് ടൈപ്പ് ആണ് അല്ലെ. എഗ്ഗും ഓവും ഡിഫറെന്റ് ആണ്. ഇതാണ് എന്തെന്ന് പറയുന്നത്, ഹെട്രോഗാമേറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഗാമേറ്റ് ട്രാൻസ്ഫർ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. എന്താണ്, ഈ ഉണ്ടായിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, ഗാമേറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഫെർട്ടിലൈസേഷൻ ആണ് പറയാനുള്ളത്. ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫ്യൂഷൻ ഓഫ് ഗാമേറ്റ്സ്. ഈ പ്രോസസ്സിന് നമ്മൾ എന്തെന്നും കൂടെ പറയുന്നുണ്ട്, സിംഗമി എന്നും പറയുന്നുണ്ട്. ഈ ഒരു ഫെർട്ടിലൈസേഷന്റെ റിസൾട്ട് ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഒരു സൈഗോട്ട് ഫോം ചെയ്യുന്നത്. ഈ സൈഗോട്ടാണ് എംബ്രിയോ ആയിട്ട് മാറുന്നത്. ഇനി നമുക്കറിയാം, ഒരു റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കണമെങ്കിൽ, സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിൽ അവിടെ എന്ത് വേണം, ഗാമേറ്റ്സ് വേണം. ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ ഗാമേറ്റ്സ് ഫോം ചെയ്യും. സോറി, ഗാമേറ്റ്സിന് ഫെർട്ടിലൈസേഷൻ സംഭവിക്കും. അതിന്റെ ഫലമായിട്ട് ഓഫ്സ്പ്രിങ്സ് ഉണ്ടാവും നമുക്കറിയാം. എന്നാൽ ഇനി ഫെർട്ടിലൈസേഷൻ നടക്കാതെ പുതിയ തലമുറ ഉണ്ടാവുകയാണെങ്കിൽ, വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ an organism is formed is called parthenogenesis. അതായത് എന്താണ്, ഒന്നും കൂടെ പറയാം, ഫെർട്ടിലൈസേഷൻ നടക്കാതെ പുതിയ ഓർഗാനിസംസ് ഉണ്ടാവുകയാണെങ്കിൽ അവരെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, പാർത്തനോജെനിസിസ്. ഓക്കെ, എന്താന്ന് മനസ്സിലായോ? നോക്കിക്കേ, a female gamete undergo development to form new organism without fertilization. This phenomenon is called parthenogenesis. അതായത് ഏതൊരു ഓർഗാനിസം ആയിക്കോട്ടെ, പ്ലാന്റ് ആയിക്കോട്ടെ, ആനിമൽ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഫെർട്ടിലൈസേഷൻ നടക്കാതെ അൺഫെർട്ടിലൈസ്ഡ് ആയിട്ട് അതൊരു ന്യൂ ഓർഗാനിസത്തിനെ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവരെ പറയുന്ന പേരാണ് എന്ത്, പാർത്തനോജെനസിസ്. ഓക്കെ, ഇനി ഈ ഒരു ഫെർട്ടിലൈസേഷൻ തന്നെ രണ്ട് തരത്തിലുണ്ട്. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷനും ഉണ്ട്, ഇന്റേണൽ ഫെർട്ടിലൈസേഷനും ഉണ്ട്. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്സൈഡ് ദ ബോഡി, അതായത് അമ്മയുടെ ശരീരത്തിന്റെ പുറത്ത് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ എക്സ്റ്റേണൽ മീഡിയത്തിൽ വെച്ചിട്ടാണ്, അതായത് വാട്ടർ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ അറ്റ്മോസ്ഫിയർ ആയിക്കോട്ടെ, എവിടെ വെച്ചിട്ടോ ഫെർട്ടിലൈസേഷൻ നടക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയാം. എന്നാൽ അമ്മയുടെ ശരീരത്തിൽ വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നതെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ. ഏറ്റവും മോർ
കോമ്പാക്ട് ഏതാണോ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. കാരണം എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ കുറച്ച് റിസ്കി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. കാരണം ഇപ്പൊ വാട്ടർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ഏത് മെത്തേഡോ ആയിക്കോട്ടെ, നമ്മുടെ ഈ ഒരു ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ അതിന് നാശമായി പോവാന്, അതായത് അത് ബ്രേക്ക് ഡൗൺ ആയി പോവാനും, അതുപോലെ അതിന് അതൊരു ഫെർട്ടിലൈസേഷൻ പ്രോപ്പറായി നടക്കാനുള്ള ഒരു ചാൻസ് എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. സോ എക്സ്റ്റേണൽ ഏജൻസ് വഴി ആ ഒരു ഫെർട്ടിലൈസേഷൻ നടന്നുണ്ടാവുന്ന സൈഗോട്ടിന് എന്ത് സംഭവിക്കാം, അത് പ്രോപ്പർ ആയിട്ട് ഡെവലപ്പ് ചെയ്യാതിരിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷനേക്കാൾ കൂടുതൽ കോമ്പാക്റ്റബിൾ ഏതാണ്, ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ് ആണ്. പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്താണ് സംഭവിക്കുക, സൈഗോട്ട് ഫോം ചെയ്യും. അതുപോലെ തന്നെ ആ സൈഗോട്ട് എന്തായിട്ട് മാറും, എംബ്രിയോ ആയിട്ട് മാറും. അപ്പൊ സൈഗോട്ട് ഫോം ചെയ്യുന്നത് എങ്ങനെയാ, മെയിൽ ഗ്യാമറ്റും ഫീമെയിൽ ഗ്യാമറ്റും കൂടെ ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഫോം ചെയ്യും. ഈ സൈഗോട്ട് ഇനി എന്ത് ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് മൈറ്റോസിസിന് വിധേയമാവും. അത് മൈറ്റോസിസ് നടന്ന് സെൽ ഡിവിഷൻ കണ്ടിന്യൂസ് ആയി നടന്നിട്ട് സെൽ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലോട്ട് അത് പോവും. അങ്ങനെ സെൽ ഡിഫറൻസിയേഷനും സെൽ ഡിവിഷനും കണ്ടിന്യൂസ് ആയി നടന്നിട്ട് ഈ സൈഗോട്ട് എന്തായിട്ട് മാറും, എംബ്രിയോ ആയിട്ട് മാറും. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എംബ്രിയോ ജെനസിസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാറ്റഗറിയാണ് ഓവി പാരസ് ആൻഡ് വിവി പാരസ് ആനിമൽ. ഓക്കെ, എന്താണ് ഓവി പാരസ് ആൻഡ് വിവി പാരസ് ആനിമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയോ? ആർക്കെങ്കിലും അറിയോ എന്താണ് ഓവി പാരസ് ആൻഡ് വിവി പാരസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? അതായത് ഒരു ഓർഗാനിസത്തിന്റെ സൈഗോട്ട് ഡെവലപ്പ് ചെയ്യുന്നത് അതിന്റെ പാരന്റിന്റെ ഇൻസൈഡ് ആണോ അതോ ഔട്ട്സൈഡ് ദ ബോഡി ആണോ എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓർഗാനിസത്തിനെ ഒവി പാരസ് ആൻഡ് വിവി പാരസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒവി പാരസ് ആനിമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ റെപ്റ്റൈൽസ്, ബേർഡ്സ് അങ്ങനെയുള്ളവരൊക്കെയാണ്. അതായത് നമ്മൾ പറയില്ലേ മുട്ടയൊക്കെ ഇട്ട് വളർത്തുന്നവര്, അവരേനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഒവി പാരസ് ആനിമൽസ് എന്ന് പറയാം. എന്നാൽ അമ്മയുടെ ശരീരത്തിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു സൈഗോട്ട് ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ അവരെയാണ് നമുക്ക് എന്തെന്ന് പറയാം, വിവി പാരസ് എന്ന് പറയാം. മോസ്റ്റ് ഓഫ് ദി മമ്മൽസ് ആർ വിവി പാരസ്, അതായത് പാലൂട്ടി വളർത്തുന്നവരാണ് ആര്, വിവി പാരസ് ആനിമൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓർഗാനിസത്തിനെ നമ്മൾ മെയിൻ ആയിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഒവി പാരസ് ആൻഡ് വിവി പാരസ്. എന്തിന്റെ ബേസിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, ഡെവലപ്മെന്റ് ഓഫ് സൈഗോട്ട് ഔട്ട്സൈഡ് ദ ബോഡി ആണോ ഇൻസൈഡ് ദ ബോഡി ആണോ ഡെവലപ്പ് ചെയ്യുന്നത്, അതിന്റെ ബേസിലാണ് നമ്മൾ ആനിമൽസിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഇനി ഒവി പാരസ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും, അവര് എഗ് ലേയിങ് ആയിരിക്കും, അതായത് മുട്ടയിട്ട് കുട്ടികളെ വളർത്തുന്നവരായിരിക്കും. ഇനി വിവി പാരസ് ആണെങ്കിൽ അവരെങ്ങനെയായിരിക്കും, വിവി പാരസ് എങ്ങനെയായിരിക്കും, നാച്ചുറൽ ബർത്ത്, അതായത് ത്രൂ വജൈന വഴിയൊക്കെ അമ്മയുടെ ശരീരത്തിനകത്ത് തന്നെയായിരിക്കും സൈഗോട്ട് ഡെവലപ്പ് ചെയ്യുക. ഇത് പിന്നെ അത് നാച്ചുറൽ ബർത്ത് കൊടുക്കുകയാണ് ചെയ്യാം. മോസ്റ്റ് ഓഫ് ദി മമ്മൽസ് ആർ വിവി പാരസ്. ഓക്കെ, ഇനി നമ്മൾ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ് ഇൻ പ്ലാന്റ്സ് പറഞ്ഞില്ല. പ്ലാന്റ്സ് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം ഓവറി എന്തായിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്, ഒരു ഫ്രൂട്ട് ആയിട്ടും ഒവ്യൂള് എന്തായിട്ടും ഡെവലപ്പ് ചെയ്യും, സീഡ് ആയിട്ടായിരിക്കും മാറുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ വരുന്നത്, റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം എന്ന് പറയുന്ന ചാപ്റ്റർ വരുന്നത്. അപ്പൊ ഇതില് നമ്മൾ എന്താണ് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു, ലൈഫ് സ്പാൻ എന്താന്ന് പറഞ്ഞു, ദെൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ പറഞ്ഞു, അസെക്ഷൽ റീപ്രൊഡക്ഷൻ പറഞ്ഞു. അസെക്ഷൽ റീപ്രൊഡക്ഷൻ നമ്മൾ പ്ലാന്റ്സിൽ പറഞ്ഞു. പ്ലാന്റ്സിൽ നമ്മൾ എന്താ പറഞ്ഞത്, റണ്ണർ, ഓഫ്സെറ്റ്, അതുപോലെ ബഡ്സ്, ട്യൂബേഴ്സ് ഇൻ പൊട്ടാറ്റോ, അതായത് ആ പൊട്ടാറ്റോന്റെ നമ്മൾ പറഞ്ഞല്ലോ
ഐസ് അതിനെ നമ്മൾ ട്യൂബർ എന്നാണ് വിളിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പറഞ്ഞത്. ദെൻ നെക്സ്റ്റ് നമ്മൾ ഓർഗാനിസത്തിനെ എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ ഏതൊക്കെ പറഞ്ഞു? ഹൈഡ്ര, ജെമ്യൂൾസ്, കൊനീഡിയ, അതുപോലെ ക്ലാമിഡോമോണസ്. ഈ ഒരു ക്ലാമിഡോമോണസിന്റെ സൂസ്പോഴ്സ് വഴിയാണ് അവർ എന്ത് ചെയ്യുന്നത്? റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. പെൻസിലിയത്തിന്റെ കൊനീഡിയ വഴിയാണ് അവർ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹൈഡ്രയുടെ ബഡ്സ് വഴിയാണ് അവർ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്പോഞ്ചസ് ജെമ്യൂൾസ് വഴി റീപ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈസ്റ്റ് ബഡ്സ് വഴി റീപ്രൊഡ്യൂസ് ചെയ്യുന്നു. അമീബ സെൽ ഡിവിഷൻ വഴിയും, സെൽ ഡിവിഷൻ ഏത് സെൽ ഡിവിഷൻ ആണ്? ബൈനറി ഫിഷൻ വഴിയും ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയും എന്ത് ചെയ്യുന്നുണ്ട്? അസെക്ഷലി റീപ്രൊഡക്ഷൻ നടത്തുന്നുണ്ട്. ഇനി എന്താണ് ക്ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? മോർഫോളജിക്കലി ആൻഡ് ജനറ്റിക്കലി സിമിലർ ഇൻഡിവിജ്വൽസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? ക്ലോൺ എന്ന് വിളിച്ചത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം, നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ? ഞാൻ ഒന്നും കൂടെ നമ്മുടെ ഈ ഒരു അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ് പറയാം. ഈസ്റ്റിൽ നടക്കുന്നത് എന്ത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്? ബഡ്ഡിംഗ് ആണ്. ബഡ്സ് വഴിയാണ്, അതായത് ഈസ്റ്റിൽ ഉണ്ടാവുന്ന ബഡ്സ് വഴിയാണ് അവർ എന്ത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്? അസെക്ഷലി ന്യൂ ജനറേഷനെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി അമീബയിലാണെങ്കിൽ രണ്ട് പ്രോസസ്സുകൾ വരുന്നുണ്ട്. ഏതാണ്? ഒന്ന് ബൈനറി ഫിഷൻ, പിന്നൊന്ന് ഫ്രാഗ്മെന്റേഷൻ. ബൈനറി ഫിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അമീബ മെച്ചുർ ആവുന്നു, അതിന്റെ ന്യൂക്ലിയസ് രണ്ടായി ഡിവൈഡ് ചെയ്ത് രണ്ട് ന്യൂ ഇൻഡിവിജ്വൽസിനെ, രണ്ട് ഡോട്ടർ സെൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതാണ് ബൈനറി ഫിഷൻ എന്ന് പറയുന്നത്. ഇനി ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അമീബ മെച്ചുർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അതിന്റെ ബോഡി എന്ത് ചെയ്യുന്നു? ചെറു കഷ്ണങ്ങളാക്കി മാറ്റുന്നു. അതിനെയാണ് നമ്മൾ ഫ്രാഗ്മെന്റ്സ് എന്ന് പറയാം. ആ ഫ്രാഗ്മെന്റ്സിൽ നിന്ന് എന്തുണ്ടാവുന്നു? പുതിയ ഡോട്ടർ സെൽസ് ഉണ്ടാവുന്നു, പുതിയ ഡോട്ടേഴ്സ് ഉണ്ടാവുന്നു. അപ്പൊ ഈ രണ്ടെണ്ണം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് എന്താണ്? ക്ലാമിഡോമോണസ്. ക്ലാമിഡോമോണസിൽ സ്പോറിലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്, അതായത് സൂസ്പോർസിനെ ആയിരിക്കും ഈ ക്ലാമിഡോമോണസ് എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത് അസെക്ഷലി റീപ്രൊഡക്ഷൻ നടത്താനായിട്ട്. അതായത് ക്ലാമിഡോമോണസിൽ സ്പോറുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴി അവരെന്ത് ചെയ്യുന്നു? സൂസ്പോർസിനെ യൂസ് ചെയ്തിട്ട് സ്പോറുലേഷൻ നടത്തുന്നു. എന്നിട്ട് പുതിയ തലമുറയെ അല്ലെങ്കിൽ ഡോട്ടർ സെൽസിനെ ഉണ്ടാക്കുന്നു. ഒന്നുകൂടെ പറയാം, ക്ലാമിഡോമോണസിൽ സ്പോറുലേഷൻ ആണ് നടക്കുന്നത്. ഇവരെന്ത് ചെയ്യുന്നു? സൂസ്പോർസ് ആണ് ഇവിടെ എന്തായിട്ട് മാറുന്നത്? ന്യൂ ഓഫ്സ്പ്രിങ്സ് ആയിട്ട് മാറുന്നത്. ഇനി അടുത്തത് പെൻസിലിയം എടുക്കുകയാണെങ്കിൽ, ഈ പെൻസിലിയത്തില് കൊനീഡിയയാണ് എന്തായിട്ട് മാറുന്നത്? പുതിയ ഓഫ്സ്പ്രിങ്സ് ആയിട്ട് മാറുന്നത്. ഇനി ഹൈഡ്രയുടെ എടുക്കുകയാണെങ്കിൽ ബഡ്ഡിംഗ് ആണ് പ്രോസസ്സ്. ഹൈഡ്രയുടെ ബോഡി മെച്ചുർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്ത് ചെയ്യുന്നു? ബഡ്സ് ഫോം ചെയ്യുന്നു. ആ ബഡ്സ് മെച്ചുർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അതിൽ നിന്ന് റീപ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഹൈഡ്രയിൽ നടക്കുന്നത് ബഡ്ഡിംഗ് ആണ്. ഈസ്റ്റിലും എന്ത് തന്നെയാണ് നടക്കുന്നത്? ബഡ്ഡിംഗ് ആണ് നടക്കുന്നത്. ഇനി നെക്സ്റ്റ് സ്പോഞ്ചസ്. സ്പോഞ്ചസിൽ എന്താണ് നടക്കുന്നത്? ജെമ്യൂൾസ് വഴിയാണ് അവർ എന്ത് ചെയ്യുന്നത്? അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ സെക്ഷൻ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ശരി, താങ്ക് യു.